കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ കോടതി ഒരു 50,000 രൂപ ഭാര്യയ്ക്ക് പിഴ ചുമത്തിയ ഒരു കേസിൻ്റെ ഡീറ്റെയിൽസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ആസ് യൂഷ്വൽ ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുന്നു. ഭർത്താവിനെതിരെ ഭാര്യ കുടുംബ കോടതിയിൽ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ 498 പ്രകാരമുള്ള കേസുകൾ, DV കേസുകൾ ഇതൊക്കെയും ഫയൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. കേസ് നടത്തി കുറേ കഴിഞ്ഞപ്പോൾ രണ്ടാൾക്കും മനസ്സിലായി എന്താണ് ജീവിതം ഒന്നേ ഉള്ളൂ, അതിങ്ങനെ കോടതി കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് നമുക്കൊരു മീഡിയേഷൻ വയ്ക്കാമെന്ന് തീരുമാനിക്കുന്നു. മീഡിയേഷനിലെ ചർച്ച പ്രകാരം ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിവോഴ്സ് ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കാം, ഒപ്പം തന്നെ കോമ്പൻസേഷനായിട്ട് 22 ലക്ഷം രൂപയും കൊടുക്കാം. അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഭാര്യ എന്ത് ചെയ്യണം, ഭർത്താവിന് എതിരെ ചാർത്തിയിട്ടുള്ള 498 കേസ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ഡിസ്മിസ് ചെയ്യണം, അല്ലെങ്കിൽ റിമൂവ് ചെയ്യണം എന്നുള്ളതായിരുന്നു കണ്ടീഷൻ. ഈ കണ്ടീഷൻ പ്രകാരം ഭർത്താവ് എന്ത് ചെയ്യുന്നു, 22 ലക്ഷം രൂപ ഭാര്യയ്ക്ക് കൊടുക്കുന്നു. ഇതിനെ തുടർന്ന് ഭാര്യയും ഭർത്താവും തമ്മിൽ ഡിവോഴ്സ് പെറ്റീഷൻ സൈൻ ചെയ്ത് ഡിവോഴ്സ് ആക്കുന്നു. എന്നാൽ 498 പ്രകാരമുള്ള കേസ്, ആ കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുള്ള 498 പ്രകാരമുള്ള കേസ് ഭാര്യ എന്ത് ചെയ്തില്ല, പിൻവലിച്ചില്ല. അപ്പോൾ അത് കോൺട്രാക്റ്റ് പ്രകാരമുള്ള കണ്ടീഷന് എതിരായിട്ടുള്ള ഒരു കാര്യമാണ് ഭാര്യ ചെയ്തത്. ഭർത്താവ് എന്ത് ചെയ്യുന്നു, ഹയർ കോടതിയിൽ പോയിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു. ഇത് എല്ലാം വായിച്ച് നോക്കിയപ്പോൾ ശരിയാണ് എന്ന് മനസ്സിലായതിനെ തുടർന്ന് കോടതി ഭാര്യയ്ക്ക് 50,000 രൂപ പിഴ വിധിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനെ തുടർന്ന് 498 കേസും അവരെന്ത് ചെയ്യുന്നു, ഭാര്യയും ഭർത്താവും തമ്മിൽ സൈൻ ചെയ്ത് പിൻവലിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ പ്രോപ്പറായ രീതിയിൽ ഒരു കേസ് ഭർത്താവ് കൈകാര്യം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ഇപ്പോൾ കോടതിയുടെ കയ്യിൽ നിന്നും നല്ല രീതിയിലുള്ള ഫൈന് ഇപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കേസുകളിലും ഇതുപോലെയുള്ള എന്തെങ്കിലും വ്യാജ പരാതികളോ ചതികളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കേസും ഇതുപോലെ പ്രോപ്പറായി ഡീൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെയുള്ള നല്ല വിധികൾ സമ്പാദിക്കുവാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.